ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുന്ന SIR-ന് കേരളമായിട്ട് താരതമ്യം ചെയ്യുകയേ ചെയ്യരുത്. കാരണം ബീഹാറിൽ എങ്ങനെയാണ് SIR എന്നുള്ളത് നമുക്കറിയാം. അത് കൂട്ടത്തോടെ ആദ്യം തന്നെ കൂട്ടത്തോടെ 10-60 ലക്ഷം പേരുടെ വോട്ടങ്ങ് ഇല്ലാതാക്കുന്നു. പിന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചേർത്തോ എന്ന് പറയുന്നു. ഈ വിവരമൊക്കെ അറിയുന്ന ബീഹാറികൾ പോയി ചേർത്തിട്ടുണ്ടാവും. ചേർക്കാൻ ചെല്ലുമ്പോൾ പലർക്കും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. BLOമാർ സഹകരിക്കുന്നില്ല എന്ന പരാതി വന്നു. ഫോം കൊടുത്താലും അത് സ്വീകരിക്കുന്നില്ല, ഞങ്ങളുടെ വോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മളവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ്, ഇപ്പോൾ എനിക്ക് വോട്ടില്ല എന്ന് പറയുന്ന എത്രയോ പേര് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ വേറൊരു തരത്തിലാണ്. അവിടെ BLOമാർ തന്നെ അറിയാതെ വോട്ട് ചേർക്കപ്പെടുകയോ വോട്ട് നീക്കപ്പെടുകയോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ പക്ഷെ അങ്ങനെയല്ല. കേരളത്തിൽ ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. BLOമാർ തന്നെ രാഷ്ട്രീയമുള്ളവരാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും ആളുകളുണ്ട്, ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തും ആളുകളുണ്ട്. അവർ രണ്ടുപേരും SIR-നെ എതിർക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിലെന്തെങ്കിലും കള്ളക്കളി നടന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അവിഹിതമായ കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് ഫ്ലാഗ് ചെയ്യും. സ്വാഭാവികമായിട്ട് അവർ തന്നെ ഫ്ലാഗ് ചെയ്യും. കാരണം രണ്ട് പക്ഷവും SIR-നെ എതിർക്കുന്നവരാണ്. എങ്കിൽ പിന്നെ ഇതിനെ കുറേ കൂടി ചിട്ടവട്ടത്തോടെ നടത്തിക്കളയാമെന്ന് ചിലപ്പോൾ ചീഫ് ഇലക്ഷൻ ഓഫീസർ തീരുമാനിച്ചിട്ടുണ്ടാവും. ടാർഗറ്റ് കൊടുക്കുന്നു, എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നു, എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് നടന്നു. മറ്റു ജോലികളോടൊപ്പമാണ് ഇത് ചെയ്തതെന്ന് ഓർക്കുക. ഇപ്പോൾ പയ്യന്നൂരിൽ ആത്മഹത്യ ചെയ്ത ആ BLO, ഹതഭാഗ്യനായ BLO, അയാൾ രാത്രി കുത്തിയിരുന്ന് ജോലിയാണ്. ഈ രാത്രി ഇരുന്ന് ഉറക്കമുളച്ചിരുന്ന് ജോലി ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് മാനസികമായ പ്രശ്നം മാത്രമല്ല, ശാരീരികമായ പ്രശ്നം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ആ BLOയ്ക്ക് 45 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാവും. 45 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ രാത്രി വൈകി ഇരുന്ന് ഈ ജോലി ചെയ്താൽ കഴിഞ്ഞ് പിറ്റേ ദിവസം അയാൾ സ്വാഭാവികമായ അസ്വസ്ഥനാവും. നമ്മളാവില്ലേ? നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ഒരു ജോലി എന്താവും? അപ്പോൾ ഈ സമ്മർദ്ദം സഹിക്കുക വയ്യാതെയാണ് അദ്ദേഹം ആത്മഹത്യ എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പൊളിറ്റിക്കൽ സമ്മർദ്ദം എന്നല്ല, ജോലിയുടെ സമ്മർദ്ദം. അപ്പോൾ ഒരു വശത്ത് കളക്ടർമാർ ദിവസവും വിളിച്ച് ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നു. അതെന്തായെന്ന് ചോദിക്കുന്നു. ഇന്നലെ പുറത്തു വന്നൊരു ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തൊരു ഓഡിയോ സന്ദേശമുണ്ട്. അതായത് ജീവനക്കാരുടെ ഗ്രൂപ്പിൽ, സർക്കാർ ജീവനക്കാരുടെ ഗ്രൂപ്പിൽ കേട്ടതാണ്. എന്താണ് നടക്കുന്നത് വളരെ പരസ്യമായിട്ടാണ് പറയുന്നത്. അവർ പരസ്യമായിട്ടതിനെതിരെ വിമർശിക്കുകയാണ് ആ ഗ്രൂപ്പിൽ. അപ്പോൾ SIR എന്ന പ്രോസസ്സിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഇത് നടപ്പാക്കാൻ നിയുക്തരായ BLOമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുള്ളൊരു സിസ്റ്റത്തെയാണ് ചീഫ് ഇലക്ഷൻ ഓഫീസർ നിന്ന് നയിക്കുന്നത്.